ഞങ്ങള് നില പൗരസമിതി കേട്ടു അത് നമ്മള് മത്സരം കേട്ടെ ഏടാവശ്യം ഞങ്ങളെ വളരെ ഒരു പാരലൽ കൗൺസിലാണ് ഞങ്ങൾ നോക്കിയിട്ടായിരുന്നു. അല്ല ഇത് നമ്മുടെ മനസ്സിൽ ചെയ്യാത്ത കാര്യമല്ല. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് BPCക്ക് നമ്മൾ പല കാര്യങ്ങളും എടുത്ത് നമുക്ക് അതിന് വേണ്ടി ഗവൺമെൻറ് നടത്തുന്നത് നമുക്ക് പല കാര്യങ്ങളും ഗവൺമെൻറ് അവിടെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നഗരസഭയുടെ 52 വാർഡുകളിലുള്ള എല്ലായിടങ്ങളിലും നമുക്ക് ഓരോ ആയിട്ട് അതുകൊണ്ട് നമുക്ക് ആകെ നമുക്കൊരു 10 ലക്ഷം രൂപ നമ്മൾ ഒരു വാർഡിലേക്ക് നമ്മൾ നീക്കി വെച്ചാൽ അത് കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷം രൂപ ഇപ്പം നീക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓൺഫിൻ്റെ മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം 1 കോടി രൂപയോടെ നമുക്ക് പെൻഡിങ് കിടക്കുന്നത് ഇപ്രാവശ്യം ഓൺഫിൻ്റെയും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് 3 കോടി രൂപ വരും. അപ്പോൾ ഒരു മാസം തന്നെ നമുക്കൊരു 2.25 ലക്ഷം 300 കോടി രൂപയോളം വേണം നമുക്ക് ഈ ജീവനക്കാരുടെ ശമ്പളം അതുപോലെ കൈമാറ്റത്തിന്റെ സ്ഥാപനങ്ങളുടെ കറണ്ടുകാരുടെ ഉൾപ്പെടെ നമുക്ക് ഇത് അടച്ചു പോകണമെങ്കിൽ അത്രയും കാര്യങ്ങൾ. അപ്പം ആളുകളിലേക്ക് ജനങ്ങളിൽ ടാക്സിന് കൊടുക്കുന്നില്ല. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് ഇവിടെ കിടക്കുന്ന ഓരോ പാട്ടകൃഷിയും ഉൾപ്പെടെയുള്ള ഓരോ സംവിധാനങ്ങളുടെ തുക നമ്മൾ ഭീമമായ തുക ഓരോ വർഷവും ഗവൺമെൻറ്റിലേക്ക് ഓരോ മാസം നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നുവെച്ചാൽ ഈ തുക നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാലറി ആയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൊട്ട് മുന്നിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തിലെ ലൈബ്രറിയുടെ ഭാഗത്തിൽ ഇത്രയും പാലായിരോ ഏറ്റുമാണ്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴയിലോ പാലായിലോ ഏറ്റുമാൻ്റെ ഇതിലും ഭേദമാണ്. പാലായ തിരുവല്ലയിലൊക്കെ ഭേദം. ആട്ടത്തിട്ടോളും ഇവിടുത്തെ ഫണ്ട് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള ഇങ്ങോട്ട് സർക്കാർ കൊടുക്കാനുള്ള കാശ് പോലും അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കും. എന്തെല്ലാം എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആയ പ്രോബ്ലം വരുമ്പോൾ നമ്മളെ അറ്റൻഡ് ചെയ്യുമല്ലോ. പേഴ്സണൽ കപ്പാസിറ്റിയിൽ അങ്ങനെ വെച്ച് നോക്കിയാൽ എല്ലാം ഈ പേഴ്സണലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ തന്നിരിക്കുന്ന അപേക്ഷകൾ മുഴുവൻ കിടക്കുന്നത്. അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാവുന്ന കാര്യം പാർട്ടി പരിഗണനൊന്നും ഇല്ല. നമ്മുടെ എല്ലാവരുടെ ഒരു ആവശ്യമാണ്. പാലായി പോയി നോക്കിയാൽ എന്റെ കോട്ടയത്ത് തിരുവല്ല സ്പോൺസറിന് വല്ലതും കിട്ടുന്നു. ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ കളക്ഷൻ നമ്മളെ കൊണ്ട്
അണ്ടർലൈൻ ചെയ്ത് അതൊന്നും ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഉടനെ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ചെയ്യാനാണ് നമ്മളോട് കളക്ടറേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. ഇത് കാർഡിസ്റ്റാറിൽ നിന്ന് ഉടനെ ഞങ്ങൾക്ക് കാർഡിസ്റ്റാറിൽ പ്രസിഡന്റിന് ഏതാ മാനേജ് ചെയ്ത് ഓക്കെ അത് ചെയ്യണം. ബിൽഡിങ്ങിന്റെ തീരുമാനമൊന്നും ആയില്ല. ബിൽഡിങ്ങിന്റെ നമുക്ക് പുറകെ ഇത് ചെയ്യാൻ പറ്റും. അതിപ്പം താൽക്കാലികമായിട്ട് പിന്നെ ഏജൻസിയിലേക്ക് നമ്മൾ അപേക്ഷ ക്ഷണിച്ച് അവരിതൊക്കെ വരുന്നതിന് വലിയൊരു കാര്യമില്ല. അപ്പോൾ ഒരുപാട് നല്ല ഇടത്തുനിന്ന് വേണ്ടി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ പൗരസമിതി കൊണ്ട് നടക്കുന്ന ചെയർപേഴ്സനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മുനിസിപ്പാലിറ്റി കൊടുത്താൽ പറ്റില്ല. ജസ്റ്റ് മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നാമത്തെയാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് അത്ര ഭാവം പൂർത്തിയാക്കിയിട്ടായിരിക്കും റോഡ് കൊണ്ടുവരുന്ന ഈ താഴെ അത് കാരണം ഇതുമായിട്ട് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് നേരെ പോകാൻ പറ്റും. ഇപ്പൊ മാഡം പറഞ്ഞ് ആരും എതിർക്കാൻ പോകുന്നു. പ്രവൃത്തി വന്ന് നടക്കാതെ ആശീർവാദമായിരുന്നു. വീട്ടില് ജനകാര്യങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. നമുക്ക് ജനങ്ങള് വീടെടുത്ത് അവർക്ക് കുഴപ്പമില്ല സമൂഹത്തിൽ ഇരുന്നാണ് നമ്മുടെ ആഗ്രഹം. ചർച്ചയ്ക്ക് വെച്ച് നോക്കി ആരും എതിർക്കില്ല. ഇത് എതിർക്കുന്ന കാര്യം ഇത് ചർച്ചയിൽ എപ്പോഴും വരുന്ന കാര്യങ്ങളാണ്. ഇത് ഈ ഫണ്ടിന്റെ ഒരു അപര്യാപ്തതയൊക്കെ കാരണം തന്നെയാണ് നമ്മൾ കൗൺസിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള പരിമിതികൾ കാരണമാണ് ഗവൺമെന്റിൽ അതുപോലെ നമുക്കല്ലേ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ.